ഇന്ന് ഇതുവരെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ആദ്യ വാർത്തയിലേക്ക്. നീറ്റ് പരീക്ഷാ ഫലക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിർദ്ദേശവുമായി സുപ്രീം കോടതി. വീഴ്ച അംഗീകരിച്ച് തെറ്റ് തിരുത്തണം, കുട്ടികളുടെ പരാതി അവഗണിക്കരുതെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ NTA മറുപടി നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർക്കെ, നേരത്തെയും നമ്മൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് കർക്കശമായ ഇടപെടലുകൾ കണ്ടതാണ്. ഗ്രേസ് മാർക്ക് നൽകിയ വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ എന്നതടക്കം. ഇപ്പോൾ തെറ്റ് തിരുത്താൻ തയ്യാറാകണമെന്ന് പറയുമ്പോൾ സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നത് എന്താകാം? 0.0001% തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിലും ആ തെറ്റ് അംഗീകരിക്കണം. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എത്ര ലഘുവായിട്ടുള്ള തെറ്റ് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ ആ തെറ്റ് ആദ്യം അംഗീകരിക്കണം എന്നുള്ളതാണ് NTA സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അത് അംഗീകരിച്ചതിന് ശേഷം അത് തിരുത്താനായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. അത് സമൂഹത്തിന് ബോധ്യപ്പെടുന്ന വിധത്തിൽ തന്നെ ആകണം. കുട്ടികളുടെ പരാതിയെ മുഖവിലേക്കെടുക്കാതെ ഇരിക്കുന്ന ഒരു സമീപനം, ആ സമീപനം മാറ്റിയേ പറ്റൂ. കുട്ടികൾ ഉന്നയിക്കുന്ന പരാതികൾ അതിനെ കാര്യമാത്ര പ്രസക്തമായിട്ട് സമയബന്ധിതമായിട്ട് പരിഹരിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. 2 ആഴ്ചയ്ക്കകം ഈ വിഷയത്തിൽ NTA-യും കേന്ദ്ര സർക്കാരും അടക്കമുള്ള എതിർകക്ഷികൾ മറുപടി നൽകണം എന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നേരത്തെ കോടതി നടത്തിയിരുന്നതിന് സമാനമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് ഇപ്പോഴും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അനുജ, നീറ്റ് പരീക്ഷയിലാണ് വീഴ്ച അംഗീകരിച്ച് തെറ്റ് തിരുത്തണമെന്ന് NTA-ക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. 2 ആഴ്ചയ്ക്കുള്ളിൽ NTA മറുപടി നൽകണം എന്ന കർശന നിർദ്ദേശമാണ് സുപ്രീം കോടതി ഇക്കുറി പുറപ്പെടുവിച്ചിട്ടുള്ളത്. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാട് കേസിൽ മുഖ്യമന്ത്രിക്കും മകൾ T വീണയ്ക്കും ഹൈക്കോടതിയുടെ നോട്ടീസ്. മാസപ്പടി ഇടപാടിൽ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മാത്യു കുഴൽനാടൻ നൽകിയ പുനഃപരിശോധനാ ഹർജിയിലാണ് നടപടി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം നിരസിച്ച വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ ഹർജി സമർപ്പിച്ചത്. നിയമ പോരാട്ടത്തിന് ആത്മവിശ്വാസം കൂട്ടുന്ന നടപടിയെന്ന് മാത്യു കുഴൽനാടൻ 24-നോട് പറഞ്ഞു. കോൺഗ്രസ് മാത്യുവിനൊപ്പമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. തീർച്ചയായിട്ടും ആ കേസ് വിജിലൻസ് തള്ളിയ സാഹചര്യത്തിൽ വിജിലൻസ് തള്ളിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ മാത്യു കുഴൽനാടൻ പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത്. ആ ഹൈക്കോടതിയിൽ ആ കേസ് പോകും. ഒരു വിചാരണ കോടതിയിൽ തള്ളിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ അപ്പീൽ പോവാണ്. ആ അപ്പീൽ ഫൈറ്റ് ചെയ്യും, നിയമപരമായി ഫൈറ്റ് ചെയ്യും ആ കേസ്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഇതൊരു സ്വാഭാവിക നടപടിക്രമം എന്ന് നേരത്തെ മാത്യു കുഴൽനാടൻ തന്നെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് കോടതി നടപടി? മാത്യു കുഴൽനാടന്റെ ഹർജിയിന്മേൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്കാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഇത് ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ്. കോടതിയിൽ ഹർജി വന്നാൽ എതിർകക്ഷികൾക്ക് അത് അഡ്മിറ്റ് ചെയ്താൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുക എന്നുള്ളത് സാങ്കേതിക നടപടിയാണ്. പക്ഷേ ഇവിടെ ആ സാങ്കേതിക നടപടി പ്രസക്തമാകുന്നത് ഈ നോട്ടീസ് പോയിട്ടുള്ളത് മുഖ്യമന്ത്രിക്കാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് എന്നുള്ളത് കൊണ്ടാണ്. നേരത്തെ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല. നിലവിലിപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടി നൽകേണ്ടി വരും എന്നുള്ളിടത്താണ് ഏറ്റവും പ്രാധാന്യം ഈ കോടതി നടപടി അർഹിക്കുന്നത്. ഇനി ഈ കോടതിയുടെ നോട്ടീസിന് കോടതി മുമ്പാകെ അഫിഡവിറ്റ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകളും ഫയൽ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഈ മാത്യു കുഴൽനാടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ കേസ് നേരത്തെ വിജിലൻസ് കോടതി തള്ളിയത് റദ്ദാക്കി വീണ്ടും വിചാരണ നടത്താൻ ഉത്തരവിടണം എന്നുള്ളതാണ്. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിലാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. അടുത്ത വാർത്ത. ആവേശം സിനിമാ മോഡൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ കേസിൽ TS സജുവിന്റെ വീഡിയോകൾ നീക്കം ചെയ്ത് യൂട്യൂബ്. മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ അടങ്ങിയ വീഡിയോ അടക്കമാണ് നീക്കം ചെയ്തത്. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO യൂട്യൂബിന് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, നേരത്തെ ഇയാളുടെ ലൈസൻസ് റദ്ദാക്കിയിരുന്നു. കൂടാതെ ഇയാൾക്ക് മറ്റ് ശിക്ഷാ നടപടികളൊക്കെ RTO നൽകിയതാണ്. ഇപ്പോൾ ഈ നിയമലംഘനം നടത്തിയിട്ടുള്ള വീഡിയോകൾ മാത്രമാണോ യൂട്യൂബ് നീക്കം ചെയ്തത്? എൻഫോഴ്സ്മെന്റ് RTO R രമണനാണ് യൂട്യൂബിന്റെ ഇന്ത്യയിലെ ഓഫീസായ ഡൽഹിയിലേക്ക് കത്തയച്ചത്. ഇയാൾ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്നു, നിയമലംഘനം, മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ നടത്തുന്നു. അതിന്റെ തെളിവ് സഹിതം സഞ്ജുവിന്റെ വീഡിയോകൾ യൂട്യൂബ് നീക്കം ചെയ്തിട്ടുണ്ട്. 9 വീഡിയോകൾ നീക്കം ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കടുത്ത നിയമലംഘനം ഇയാൾ പല ഘട്ടങ്ങളിലായി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി തയ്യാറാക്കിയ വീഡിയോ അടക്കം നീക്കം ചെയ്തിട്ടുണ്ട്. മനേഷ്, തുടരാം. നിലവിലെ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO സാങ്കേതിക പ്രശ്നമുണ്ട്.
ഇന്ന് സംഭവിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ കൂട്ടരോഗബാധയുണ്ടായ സംഭവത്തിൽ DMOയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയാണ്. റാപ്പിഡ് റെസ്പോൺസ് ടീമും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിഷയത്തിൽ ജില്ലാ കളക്ടർ DMOയുടെ റിപ്പോർട്ട് തേടി. വിനീത VG വിവരങ്ങളുമായി. വിനീത, ഇതിപ്പോൾ കൃത്യമായി എത്ര പേർക്ക് രോഗബാധ എന്നതിൻ്റെയൊക്കെ കണക്കുകൾ 350 എന്നതൊക്കെയാണ്. പക്ഷേ അതല്ല എന്ന് അവിടെ താമസിക്കുന്നവർ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിലേക്കൊക്കെയുള്ള ഔദ്യോഗിക സ്ഥിരീകരണം എങ്ങനെയാണ്? ഇത് കുടിവെള്ളത്തിലൂടെ തന്നെയാണ് എന്നത് നമുക്കിപ്പോൾ സ്ഥിരീകരിച്ച് പറയാൻ കഴിയുമോ? വിനീത, കേൾക്കാമോ? എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിലാണ് ഛർദിയും വയറിളക്കവും കൂട്ടമായി 300-ലേറെ പേർക്കുണ്ടായി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ആ വിഷയത്തിൽ ഇപ്പോൾ DMOയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമും പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ ഇതിനിടെ DMOയുടെ റിപ്പോർട്ട് തേടി. കുടിവെള്ളത്തിൽ ഈ കോളി ബാക്ടീരിയ കണ്ടെത്തിയെന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിലൂടെയാകാം രോഗബാധ എന്ന തരത്തിലേക്കൊക്കെയാണ് വിവരങ്ങൾ. വിനീത, ഇപ്പോൾ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം ഏതാണ്ട് 340ഓളം പേർ രോഗാവസ്ഥയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നിരവധി പേർ ഇതിനോടകം തന്നെ ചികിത്സ തേടിയിട്ടുണ്ട്. അതിൽ പ്രായമായവരും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. ഏതാണ്ട് 15 ടവറുകളിലായി 1268 ഫ്ളാറ്റുകളാണ് ഇവിടെയുള്ളത്. ഇതിൽ ഏതാണ്ട് 5000-ലധികം ആളുകളുണ്ട്. അതിലിപ്പോൾ ഈ താമസക്കാർ പറയുന്നത് 500-ലധികം ആളുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ തന്നെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ നഗരസഭയുടെയും മറ്റും നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗത്തിന്റെ ഒരു സേവനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പും മറ്റുമുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും അവരുടെ സ്വമേധയാ തന്നെ സ്വന്തം നിലയ്ക്ക് തന്നെ അവർ പല ആശുപത്രികളിലേക്കും ഇതിനോടകം പോയി ചികിത്സ തേടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നമ്മളോട് കഴിഞ്ഞ സമയത്ത് ഒരു താമസക്കാർ പറഞ്ഞത്, അതായത് മെയ് മാസത്തിൽ തന്നെ 29-ാം തീയതി തന്നെ ഈ പരിശോധന നടത്തുകയും അതിൽ ഈ കുടിവെള്ളത്തിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും പറയുന്നു. അത് സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടും നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ട് പോലും അസോസിയേഷനോ ആരോഗ്യവകുപ്പോ ഒക്കെ കൃത്യമായിട്ടുള്ള നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് താമസക്കാർ പറയുന്നത്. ഈ അസോസിയേഷൻ ആ റിപ്പോർട്ട് അത് പുറത്തുവിട്ടില്ല എന്നും വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതുമായി ബന്ധപ്പെട്ട അസോസിയേഷന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുമൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ ടാങ്കുകളിൽ ഈ കുടിവെള്ളം ഇവിടേക്ക് എത്തിക്കുകയാണ്. പ്രധാനമായും 3 സ്രോതസ്സുകളാണ് ഇവിടെയുള്ളത്. ഈ 3 സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം വരുന്ന അതിപ്പോൾ താൽക്കാലികമായി അത് റദ്ദാക്കിയിട്ടുണ്ട്. പകരം ഇങ്ങനെ ഈ ടാങ്കുകളിലേക്ക് വെള്ളം എത്തിച്ചുകൊണ്ടാണ് ആളുകൾക്കായി അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുമൊക്കെയായി ഇങ്ങനെയാണ് ഇപ്പോൾ വെള്ളം എത്തിക്കുന്നത്. ഈ വിഷയത്തിൽ DMOയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സാന്നിധ്യം അത് ഏത് സ്രോതസ്സിൽ നിന്നെത്തിയ വെള്ളത്തിൽ നിന്നാണ് എന്നത് കണ്ടെത്തിയിട്ടുണ്ടോ? അനുജ, അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലേക്കൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം അവർ പറയുന്നത് 3 സ്രോതസ്സിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ഈ ടാങ്കറുകളിൽ കൊണ്ടുവരുന്ന വെള്ളമുണ്ട്, ഒപ്പം തന്നെ കിണറിൽ നിന്നുള്ള വെള്ളമുണ്ട്, അതല്ലാതെ ശുചീകരിച്ചെടുക്കുന്ന വെള്ളമുണ്ട്. ഇങ്ങനെ 3 സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സ്രോതസ്സിൽ നിന്നാണ് ഈ കോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ, ആ വെള്ളത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടെന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണമായിട്ടില്ല. എന്താണെങ്കിലും അസോസിയേഷന്റെയും മറ്റും നേതൃത്വത്തിൽ ഇന്നലെ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകർ ഇവിടെ എത്തി വീണ്ടും ഈ വെള്ളത്തിന്റെ സാമ്പിളുകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ അതിന്റെ കൂടി ഫലം പുറത്തേക്ക് വന്നേക്കും. പക്ഷേ നേരത്തെ ഈ കുടിവെള്ളത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. മെയ് 29-ന് പരിശോധിച്ച ആ പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ട് പോലും വേണ്ട നടപടികൾ അസോസിയേഷൻ സ്വീകരിച്ചില്ല എന്നൊരു ആരോപണം കൂടി ഈ ഘട്ടത്തിൽ താമസക്കാർ മുന്നോട്ട് വയ്ക്കുകയാണ്. അനുജ, അതാണ് ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. കൊച്ചിയിൽ DLF ഫ്ളാറ്റിലാണ് കൂട്ടരോഗബാധ ഉണ്ടായത്. ഇന്ന് സംഭവിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക്. വയനാട്ടിൽ CPI മത്സരിക്കുമെന്ന് ബിനോയ് വിശ്വം. LDFന്റെ ഒന്നാം ശത്രു BJP ആണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാകണം എന്നത് അവർക്ക് തീരുമാനിക്കാമെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു. ഈ മത്സര രംഗത്ത് നിന്ന് ചില സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെടും പോലെ LDF മാറി നിന്നാൽ ഉണ്ടാകാൻ പോകുന്നത് BJP ഭാഗത്തേക്കുള്ള വോട്ടുകളുടെ കൂട്ടൊഴുക്കായിരിക്കും. ഞങ്ങൾക്ക് LDFന് ഒന്നാം ശത്രു BJP ആണ് രാഷ്ട്രീയമായി. ആ BJPക്ക് ഗുണകരമായതൊന്നും LDF ചെയ്യില്ല, CPI ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിർബന്ധമായും അവിടെ മത്സരിക്കും.
ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, നേരത്തെ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തുമ്പോൾ CPI രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് വിട്ട് പകരം പ്രിയങ്ക ഗാന്ധി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ CPIയുടെ പ്രതികരണം എങ്ങനെയാണ്? മറ്റൊന്ന്, കരുത്തുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇക്കുറിയും വയനാട്ടിൽ CPI മത്സരിപ്പിക്കുമെന്ന സൂചനയല്ലേ കിട്ടുന്നത്? അനുജ, ഉറപ്പായിട്ടും. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ പുതിയ സാധ്യതയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും നീക്കം നടക്കുമോ എന്നുള്ളതായിരുന്നു രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്ന ചോദ്യം. ഇതിനാണ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൃത്യമായ ഉത്തരം നൽകിയിരിക്കുന്നത്. വയനാട്ടിൽ LDF മത്സരിക്കും, CPI തന്നെ മത്സരിക്കും, അതൊരു ശക്തമായ മത്സരമായിരിക്കുമെന്ന ബിനോയ് വിശ്വം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചു. ഇന്ത്യ സഖ്യം ഇന്നലെ ഉണ്ടായതല്ലെന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴും ഇന്ത്യ സഖ്യം ഉണ്ടായിരുന്നുവെന്നും ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയം ശരിയാണ്, പക്ഷേ പലപ്പോഴും അത് കോൺഗ്രസിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന കുറ്റപ്പെടുത്തൽ കൂടി ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് വയനാട്ടിലല്ലായിരുന്നുവെന്നും ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും മത്സരിപ്പിക്കണമായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് രാഹുൽ ഗാന്ധി എത്തിച്ചത്. ഇതുപോലൊരു നാടകത്തിന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ കൊണ്ട് വേഷം കെട്ടിക്കരുതായിരുന്നുവെന്നും രണ്ടാമത്തെ ആഴ്ച രാഹുൽ ഗാന്ധി രാജിവെച്ചത് ഏത് തരത്തിലുള്ള സന്ദേശമാണ് ഉയർത്തുന്നതെന്നും ബിനോയ് വിശ്വം ചോദ്യമായി ഉയർത്തുന്നുണ്ട്. അതിനാൽ തന്നെ LDF മാറി നിന്നാൽ BJPക്ക് ഗുണം ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. LDFന്റെ ഒന്നാം ശത്രു BJP ആണെന്നും മാത്രവുമല്ല വയനാട് സീറ്റിൽ കരുത്തരായ ഒരാളെ തന്നെ മത്സരത്തിന് ഇറക്കുമെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചിട്ടുണ്ട്. അനുജ, വയനാട്ടിൽ CPI മത്സരിക്കും, അത് കരുത്തുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാകും എന്നും ബിനോയ് വിശ്വം പറയുന്നു. മുസ്ലിം യാദവ സമുദായത്തിൽപ്പെട്ടവർക്ക് സഹായം നൽകില്ലെന്ന വിവാദ പ്രസ്താവനയുമായി ബീഹാറിലെ JDU MP സീതാമടിയിൽ നിന്ന് ജയിച്ച ദേവേഷ് ചന്ദ്ര ഠാക്കൂറാണ് വിവാദ പ്രസ്താവന നടത്തിയത്. പ്രസ്താവന പിൻവലിച്ച ദേവേഷ് ചൗധരി മാപ്പ് പറയണമെന്ന് RJD ആവശ്യപ്പെട്ടു. സ്വന്തം മണ്ഡലമായ സീതാമടിയിൽ പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് ദേവേഷ് ചന്ദ്ര ഠാക്കൂറിന്റെ മനസ്സിലിരിപ്പ് പുറത്തുവന്നത്. മുസ്ലിം യാദവ സമുദായങ്ങൾ തനിക്ക് വോട്ട് ചെയ്തില്ലെന്നും അവർ സഹായം പ്രതീക്ഷിക്കേണ്ടെന്നും ദേവേഷ് ഠാക്കൂർ. അവർക്ക് തന്നെ കാണാൻ വരുന്നവർക്ക് ചായയും മധുരവും കൊടുക്കും, അതിനപ്പുറം പ്രതീക്ഷിക്കരുതെന്നും JDU MP. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 51,000 വോട്ടിനായിരുന്നു ദേവേഷ് ചന്ദ്ര ഠാക്കൂറിന്റെ ജയം. തോൽപ്പിച്ചത് RJD നേതാവ് അർജുൻ റായ് എന്ന യാദവ സമുദായാംഗത്തെയാണ്. ദേവേഷ് ഠാക്കൂറിന്റെ പരാമർശത്തിനെതിരെ RJD രംഗത്തെത്തി. മുതിർന്ന JDU നേതാവിന്റെ പരാമർശം അനുചിതമെന്ന് ലാലു പ്രസാദ് യാദവിന്റെ മകളും പാടലീപുത്ര MPയുമായ മിസ ഭാരതി. अब देखिए, देवेश चंद्र ठाकुर जी काफ़ी समय से राजनीति में सक्रिय हैं और उनका अनुभव भी रहा है और वो परिषद के स्पीकर भी रहे हैं, और अगर वो इस तरह की कोई बयान देते हैं तो ये दुर्भाग्यपूर्ण है. ദേവേഷ് ചന്ദ്ര ഠാക്കൂറിന്റെ പരാമർശത്തിൽ JDUവിൽ നിന്നും സഖ്യകക്ഷിയായ BJPയിൽ നിന്നും എതിർപ്പുയർന്നിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് 24. കോഴിക്കോട് കുന്നമംഗലം കാരന്തൂരിൽ വീട് കുത്തി തുറന്ന് മോഷണം. 35 പവൻ സ്വർണവും 4,000 രൂപയും മോഷണം പോയി. വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് കവർച്ച നടന്നത്. പ്രാഥമികമായിട്ട് ഇന്നലെ രാത്രി 8:30ക്കും ഇന്ന് രാവിലെ 6 മണിക്കിടയിലെ സമയത്ത് ഫ്രണ്ട് റോഡ് പൊളിച്ചിട്ടില്ല, തിക്കി തുറന്നിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് 35 പവനോളം പോയിട്ടെന്നാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കട്ടെ. നമ്മളെന്തായാലും പോലീസിന്റെ കാലാകാലങ്ങളായുള്ള അന്വേഷണ രീതി ഫിംഗർ പ്രിന്റും അതുപോലെ തന്നെ മറ്റുള്ള എമോ ക്രിമിനൽസിനും ജയിൽ റിലീസിനൊക്കെ പരിശോധിക്കുന്നു. അതുപോലെ നമുക്ക് CCTVയുടെ എത്രമാത്രം സഹായകരമാവുമെന്ന് നമ്മൾ എല്ലാ 5 കിലോമീറ്റർ ദൂരമുള്ള എല്ലാ റോഡുകളിലും നമ്മൾ CCTV പരിശോധിച്ചിട്ട് ഇതിലേക്ക് എന്തെങ്കിലും സഹായം കിട്ടണമെങ്കിൽ അത് അന്വേഷണം നടത്തുന്നില്ല. മിഥില ബാലൻ വിശദാംശങ്ങളുമായി. മിഥില, പ്രതികളിലേക്ക് എത്താൻ പോലീസിനായിട്ടുണ്ടോ? എത്താൻ പോലീസിനായിട്ടില്ല. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ഈ വീടിന് പരിസര പ്രദേശങ്ങളിൽ ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധനയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്നലെ രാത്രി 11:30ക്കും ഇന്ന് പുലർച്ചെ 6:30ക്കും ഇടയിലായിരുന്നു ഇത്തരത്തിൽ ഒരു മോഷണം നടന്നതായി പോലീസ് നിഗമനം. വീട്ടിൽ ഗൃഹനാഥൻ ഉണ്ടായിരുന്നില്ല. കുഞ്ഞിന് അസുഖമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ അമ്മ ശോഭന ഇന്നലെ രാത്രി 8:30ക്ക് വീട് പൂട്ടി തൊട്ടു മുന്നിലുള്ള തറവാട് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. 11:30 വരെ അവർ ആ വീട്ടിൽ ഉണ്ടായിരുന്നു.
11:30 ശേഷം, അതുകൊണ്ടാവാം പോലീസിന്റെ ഇത്തരമൊരു നിഗമനത്തിലെത്തിയത്. 11:30 ശേഷം ആ മോഷണം നടന്ന എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഡോഗ് സ്ക്വാഡ് ഈ സമീപ പ്രദേശത്തെ ഒരു പറമ്പിലേക്കാണ് ഡോഗ് സ്ക്വാഡ് എത്തിയിട്ടുള്ളത്. ഇവിടെ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രാഥമികമായി 35 പവൻ സ്വർണം മോഷണം പോയിട്ടുണ്ട്. 4000 രൂപയാണ്. അല്പസമയം മുമ്പ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കുറച്ച് സ്വർണം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതെത്രയാണ് എന്നതെല്ലാം തന്നെ ഇപ്പോൾ കണക്ക് കൂട്ടി വരുന്നേ ഉള്ളൂ. എന്തുതന്നെയായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ACPയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടന്നുകൊണ്ട് ഈ വീട്ടിൽ CCTV ഇല്ല. ഈ കള്ളൻ വന്നു എന്ന് കരുതുന്ന പ്രദേശങ്ങൾ, അതായത് ഈ റോഡിന് സമീപത്തെ 5 കിലോമീറ്റർ പരിധിയിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മുൻവശത്തെ വാതിലാണ് കുത്തി തുറന്നത്. അത് എന്തോ ഒരു ആയുധം വെച്ച് തുറന്ന രീതിയിലാണുള്ളത്. ഇരുനില വീടാണ്. മുകളിലത്തെയും താഴത്തെയും മുറികളിലുണ്ടായിരുന്ന അലമാറകൾ തുറന്നിട്ടിട്ടുണ്ട്. വസ്ത്രങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ വിരലടയാള വിദഗ്ധർ വീട്ടിനുള്ളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അനുജ, കോഴിക്കോട് കുന്നമംഗലം കാരന്തൂരിലാണ് വീട് കുത്തി തുറന്ന് മോഷണമുണ്ടായത്. ഇന്നലെ രാത്രി അല്ലെങ്കിൽ പുലർച്ചയ്ക്കുള്ളിൽ ഒരു സമയത്താണ് മോഷണം നടന്നിട്ടുണ്ട് എന്നത് നിഗമനത്തിലാണ് പോലീസ്. 35 പവൻ സ്വർണവും 4000 രൂപയുമാണ് മോഷണം പോയത്. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് കവർച്ച നടന്നത്. ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. തിരുവനന്തപുരത്തെ ഇൻസ്റ്റാ ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ നെടുമങ്ങാട് സ്വദേശിയായ ആൺ സുഹൃത്തിന്റെ മൊഴിയെടുക്കുന്നു. പൂജപ്പുര സ്റ്റേഷനിലാണ് മൊഴിയെടുക്കുന്നത്. സംഭവം അന്വേഷിക്കാൻ സൈബർ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകളൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? അവരെന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വിടുന്നുണ്ടോ? അനുജ, പോലീസിനെ സംബന്ധിച്ച് പോലീസ് ബന്ധുക്കളും ഈ കുട്ടിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതായത് കോട്ടൺ ഹിൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ ആദിത്യയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരുതരം ആരോപണങ്ങൾ അത് കുടുംബവും ബന്ധുക്കളും ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് സൈബർ ആക്രമണം അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നെടുമങ്ങാട് സ്വദേശിയെ ആൺസുഹൃത്തിനെ ഇപ്പോൾ പൂജപ്പുര സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നത്. ഈ പെൺകുട്ടിക്ക് നെടുമങ്ങാട് സ്വദേശിയായ ആളുമായി അടുപ്പമുണ്ടായിരുന്നു. ഈ അടുപ്പം കുറച്ചു നാളുകൾക്ക് മുൻപ് അവസാനിപ്പിച്ചതോടെ പെൺകുട്ടിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടായെന്നാണ് ബന്ധുക്കളുടെ അടക്കം ആരോപണം. ഈ ആരോപണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഒരു സൈബർ വിഷയമായതിനാൽ തന്നെ ഒരു പ്രത്യേക സൈബർ സംഘത്തെ രൂപീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അനുജ, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും. കരുവന്നൂർ സഹകരണ തട്ടിപ്പ് കേസിൽ CPIM നേതാവ് അരവിന്ദാക്ഷന് ഇടക്കാല ജാമ്യം. മകളുടെ വിവാഹത്തിന് 10 ദിവസത്തേക്ക് ജാമ്യം നൽകി. വിവാഹത്തിനായി ജാമ്യം നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് ED കോടതിയെ അറിയിച്ചു. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, നേരത്തെ 20 ദിവസം അദ്ദേഹം അപേക്ഷിച്ചിരുന്നു, പക്ഷേ അത് നൽകിയിട്ടില്ല. എന്നാൽ 10 ദിവസം എന്ന തരത്തിലേക്ക് കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ എന്താണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്? ഈ വരുന്ന 23-ാം തീയതിയാണ് PR അരവിന്ദാക്ഷന്റെ മകളുടെ വിവാഹം. ഇതിനുവേണ്ടി 20 ദിവസത്തെ അവധി നൽകണം എന്നുള്ളതായിരുന്നു, ഇടക്കാല ജാമ്യം നൽകണം എന്നുള്ളതായിരുന്നു PR അരവിന്ദാക്ഷൻ ചോദിച്ചത് കോടതിയോട്. പക്ഷേ 10 ദിവസത്തെ ജാമ്യം ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നു. ജാമ്യം അനുവദിക്കുന്നതിന് തടസ്സങ്ങളില്ല, എതിർപ്പില്ല എന്ന് EDയും അറിയിച്ചു. മകളുടെ വിവാഹത്തിനായതിനാൽ തന്നെ അതിനെ എതിർക്കേണ്ടതില്ല എന്നും ED തീരുമാനമെടുത്തിരുന്നു. അതിനാലാണ് ഇപ്പോൾ PR അരവിന്ദാക്ഷന് 10 ദിവസത്തെ ഇടക്കാല ജാമ്യം കിട്ടിയത്. കരുവന്നൂർ കേസിലാണ് PR അരവിന്ദാക്ഷന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ശാരീരിക അവശതകളോട് പടവെട്ടി അതിജീവനം നടത്തുന്ന പാലക്കാട് അലനല്ലൂർ സ്വദേശി ഷറഫുദ്ദീനെ ഒടുവിൽ ഏതാനും സാമൂഹിക വിരുദ്ധർ തോൽപ്പിച്ചിരിക്കുകയാണ്. ഷറഫുദ്ദീന്റെ കടയിലെ ബാറ്ററി മോഷ്ടിക്കപ്പെട്ടതോടെ ഈ യുവാവിന്റെ ഉപജീവന മാർഗം പ്രതിസന്ധിയിലായി. കഴിഞ്ഞ ദിവസം രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് ബാറ്ററി പെട്ടി മോഷണം പോയ വിവരം ഷറഫുദ്ദീൻ അറിയുന്നത്. തലേ ദിവസത്തെ കച്ചവടത്തിന്റെ മിച്ചം വന്ന പണവും മോഷ്ടാക്കൾ കവർന്നു. 9 വർഷം മുൻപ് ബ്രെയിൻ ട്യൂമർ വന്ന മരിച്ചു ജീവിച്ച വ്യക്തിയാണ് ഷറഫുദ്ദീൻ. അപ്പോൾ ലൈറ്റിങ് നോക്കിയാൽ അവിടെ ബാറ്ററി കാണുന്നില്ല. പിന്നെ താക്കോല് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു. ചില്ലറ പൈസ പറയണേലും വേറെ 5ൻ്റെ കോൺസ് 2ൻ്റെ കോൺസ് 1ൻ്റെ കോൺസുണ്ട്, ഒന്നും കാണാനില്ല. ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഷറഫുദ്ദീനെ പോലും കൊള്ളയടിച്ച മനസാക്ഷിയില്ലാത്ത മോഷ്ടാവിനെ പിടികൂടിയേ മതിയാകൂവെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ശരിക്കും നടക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു പെട്ടിക്കട വെച്ചിട്ട് അതിൽ നിന്ന് കച്ചവടം ചെയ്തിട്ട് 2 കുട്ടികളുടെ രക്ഷിതാവാണ് അദ്ദേഹം. ആരാണിത് ചെയ്തതെങ്കിൽ ഇത്രയ്ക്കും മനസാക്ഷിയില്ലാത്ത ആ വ്യക്തിയെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.
രോഗപീഠകൾക്ക് ശേഷം ഉപജീവന മാർഗം എന്ന നിലയിൽ പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്നാണ് അലനല്ലൂർ മുണ്ടത്തുപള്ളിക്ക് സമീപം ഷറഫുദ്ദീന് ചെറിയ പെട്ടിക്കട തുടങ്ങി നൽകിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 പാലക്കാട്. ചെറുവള്ളത്തിൽ മീൻ പിടിക്കാൻ പോയ 2 തൊഴിലാളികൾക്ക് ചേപ്പനം ഭാഗത്ത് കായലിൽ വെച്ച് ഇടിമിന്നലേറ്റു. വള്ളം തകർന്നു. വെള്ളത്തിൽ വീണ മത്സ്യത്തൊഴിലാളികളെ മറ്റു വള്ളക്കാർ രക്ഷപ്പെടുത്തി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇത് ഉണ്ടായത് എപ്പോഴാണ്? മറ്റു വിവരങ്ങൾ. 9 മണിയോടുകൂടിയായിരുന്നു സംഭവം. ചെറുവള്ളത്തിൽ മത്സ്യബന്ധനത്തിനായാണ് അവർ പോയത്. ചേപ്പനത്ത് വെച്ച്, അതായത് പനങ്ങാട് ചേപ്പനം ഭാഗത്ത് വെച്ച് കായലിൽ വെച്ച് ഇടിമിന്നലേറ്റു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. സൗദി പുളിയമ്പള്ളി സിബി ജോർജിനെയാണ് നിലവിൽ ഇടിമിന്നലേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവർ ഈ ഇടിമിന്നലേറ്റ പശ്ചാത്തലത്തിൽ വെള്ളത്തിൽ വീണു. തുടർന്ന് അടുത്തുണ്ടായിരുന്ന മറ്റു മത്സ്യത്തൊഴിലാളികളാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇവരുടെ വള്ളവും വലയും അതോടൊപ്പം തന്നെ ഈ എഞ്ചിനും പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അനുജ, ചെറുവള്ളത്തിൽ മീൻ പിടിക്കാൻ പോയ 2 തൊഴിലാളികൾക്കാണ് ചേപ്പനം ഭാഗത്ത് കായലിൽ വെച്ച് ഇടിമിന്നലേറ്റത്. ഇവരുടെ വള്ളം തകർന്നു. എന്നാൽ മത്സ്യത്തൊഴിലാളികളെ മറ്റു വള്ളക്കാർ രക്ഷപ്പെടുത്തി. കൊച്ചി അവയവക്കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരൻ മധുവിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇറാനിലുള്ള മധുവിനെ നാട്ടിലെത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം CBIക്ക് അപേക്ഷ നൽകി. NIAയും കേസ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവയവക്കടത്ത് കേസിൽ ഇതുവരെ പിടിയിലായത് 3 പേർ. ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധുവാണ് തങ്ങളെ നിയന്ത്രിച്ചിരുന്ന പിടിയിലായവർ പ്രതികളിൽ മൊഴി നൽകിയിരുന്നു. മധുവിലെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ബ്ലൂ കോർണർ പുറത്തിറക്കാൻ അന്വേഷണ സംഘം CBIക്ക് അപേക്ഷ നൽകിയത്. കേസിലെ ഇരയായ ഷമീറിനെ മധു ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 2019 അവസാനമായി മധു ഇന്ത്യയിലെത്തിയത്. ഇതിനിടയിലാണ് കേസിലെ NIA ഇടപെടൽ. അവയവക്കടത്തിന്റെ ഭാഗമായി മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ടോ എന്നാണ് NIA പരിശോധിക്കുന്നത്. നേരത്തെ കേസിൽ പിടിയിലായ സാബിത്ത് നാസറിനെ NIA ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ കേസന്വേഷണം NIA ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. മധുവിനെ നാട്ടിലെത്തിക്കാനായാൽ അത് അന്വേഷണ സംഘത്തിന്റെ വിജയമായി കണക്കാക്കാം. NIAയുടെ ഇടപെടലും കേസിൽ നിർണായകമായി മാറുന്നു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ഇന്ന് സംഭവിച്ചത് അവസാനിക്കും.